ഇത്തിരി മുമ്പ് ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടി വിളിക്കുന്ന അത്രയ്ക്ക് ഇഷ്ടാ എന്നോട്. റാങ്ക് മേടിക്കുമ്പോ എന്നെ കാണാൻ വരാന്നും പറഞ്ഞു. പുലർമഞ്ഞു മഞ്ചിമയിലൂടെ മലർ മഞ്ചലേറിയേറി പൂത്തുലഞ്ഞൊരി കന്നി വസന്തം തേടുവതെന്താണ്? അഴകിന്റെ വെണ്ണിലാക്കായൽ തിരനീന്തി വന്നതാരോ, എന്റെ തെങ്കിന കടവിലടുക്കുവതാരാണ്? പേരില്ല രാജത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര. ആരോരും കാണാതെ അരികെ വരാമോ? അരികിൽ ഞാൻ വന്നാലിൻ എന്തു തരും നീ? മാറിവില്ലുകളാലെ മണിമാളിക മണിയും ഞാൻ വാർമേഘമാലയിലൂടെ നിന്നെ കൊണ്ടുപോകും. പേരില്ല രാജത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര. ആ ചിരി കേട്ടാൽ മുളം തണ്ടുണരും പോലെ, ആ മൊഴി കേട്ടാൽ ഇളം തേങ്കിനിയും പോലെ. നീ പുണരുമ്പോൾ മനസ്സിൽ പൂമഴ പൊഴിയും, നീ അകലുമ്പോൾ നിലാവും നിഴലിൽ മറയും. നിന്നിറമുള്ള കിനാമഴയിൽ ആതിരരാവുമയങ്ങുമ്പോൾ നിന്റെ മൗനമിന്നെഴുതുകയല്ലേ മനസ്സമ്മതം? പേരില്ല രാജത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര. നീയില്ലെങ്കിൽ വസന്തം വെറുതെ വെറുതെ, നീ വരുമെങ്കിൽ ഇരുട്ടും പൗർണമി പോലെ. ആ മിഴി രണ്ടിൽ കിനാവിൻ പൂന്തേനരുവി, ആ ചുടിതളിൽ തുളുമ്പും ഒരു കിന്നാരം. ഒറ്റയ്ക്കിവിടെ ഇരിക്കുമ്പോൾ ഓളക്കൈവളയിളകുന്നു, പുഴയിലൂടെ നീ മന്ദം മന്ദം തുഴഞ്ഞെത്തിയോ? പേരില്ല രാജത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര. ആരോരും കാണാതെ അരികെ വരാമോ? അരികിൽ ഞാൻ വന്നാലിൻ എന്തു തരും നീ? മാറിവില്ലുകളാലെ മണിമാളിക പണിയും ഞാൻ വാർമേഘമാലയിലൂടെ നിന്നെ കൊണ്ടുപോകും. പിരിയുന്നു കൂട്ടുകാർ നമ്മൾ പിരിയാത്ത നന്മയോടെ, നൊമ്പരങ്ങളും പുഞ്ചിരിയാകും യാത്രാമൊഴിയോടെ. കരയില്ല കണ്ണുനീർ പോലും വിട ചൊല്ലി യാത്രയായി, എങ്ങും ഓർമ്മകൾ തേങ്ങും നിമിഷം നെഞ്ചിൽ വിതുമ്പുന്നു. നീ
ഇങ്ങനെ ഫോണും നോക്കി ഇരിക്കാണ്ട് നിന്റെ സാധനങ്ങൾ എടുത്തു വെക്ക്. നാളെ നമുക്ക് ഇവിടുന്ന് പോവണ്ടേ ജയേഷ്ണ? ഹലോ. ആ കുട്ടി പറ. പരീക്ഷയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. കുട്ടി എനിക്ക് തന്ന വാക്കോർമ്മയുണ്ടല്ലോ. എന്താ വരും എന്ന് പറയാത്തെ? ഞാൻ വരില്ല. ജയകൃഷ്ണന്റെ മുന്നിൽ എനിക്ക് വരാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ജാതിയോ മതോ പണോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതും ഒക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. ഇതൊന്നും ഒരു കാരണമല്ല. എനിക്ക് കാണണം. കുട്ടി വന്നേ പറ്റൂ. ഞാൻ വന്നാ പിന്നെ എനിക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ജയകൃഷ്ണൻ എന്നെ കൊണ്ടുപോകേണ്ടി വരും. കളിയാക്കാണോ? ഇപ്പൊ ഞാൻ കാര്യമായിട്ടാ പറയണേ. കൊണ്ടുപോകൂ എന്നെ. വന്നാ പിന്നെ കൊണ്ടുപോകാതെ? ചുമ്മാ പറയരുത്. നല്ലോണം ആലോചിച്ചിട്ട് വേണം പറയാൻ. എന്റെ വീട്ടുകാര് നിസ്സാരക്കാരല്ല. അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. കുട്ടി വന്നാ ഞാൻ കൊണ്ടുപോയിരിക്കും. ഞാൻ ആരാണെങ്കിലും എന്നെ കണ്ടതിന് ശേഷം ഇയാളുടെ മട്ടം മാറരുത്. അത് കുട്ടി ഇനിയും എന്നെ മനസ്സിലാക്കാഞ്ഞിട്ടാ. ഞാൻ കാണാതെ എത്ര ഇഷ്ടപ്പെടുന്നത്. ഇനി കാണുമ്പോ അത് കൂടുകയല്ലാതെ എങ്ങനെ കുറയണേ? ആ ഇഷ്ടത്തിനകത്ത് കുട്ടി കാണാൻ നല്ലതാണോ മോശമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവില്ല. കുട്ടി ആരായാലും എന്തായാലും വന്നാൽ ഞാൻ കൊണ്ടുപോകും. എങ്കിൽ ജയകൃഷ്ണൻ നാളെ അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിൽ എത്തണം. ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ, നാളെ വേണ്ട. രാവിലെ എനിക്ക് അമ്മൂനെ വീട്ടിൽ കൊണ്ടാക്കേണ്ടതാ. അമ്മൂനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴേക്കും കൂടെ വരാൻ പിന്നെ ഞാൻ ഉണ്ടാവില്ല. അതെന്താ? ഹോസ്റ്റലിൽ നിന്ന് നാളെ എന്നെയും വീട്ടിലേക്ക് കൊണ്ടുപോവില്ലേ? അയ്യോ, എങ്കി വരാം. അമ്മൂനോട് ഞാൻ പറഞ്ഞോളാം. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പോകുന്ന വഴിക്ക് എന്റെ അച്ഛനെയും അമ്മയും കണ്ട് അനുഗ്രഹം മേടിച്ചിട്ട് പോയാലോ? അതൊന്നും വേണ്ട. അതിനുള്ളിൽ എന്റെ വീട്ടുകാര് വന്ന് പിടികൂടി ബാളാവും. പറഞ്ഞ പോലെ നാളെ പുറപ്പെടും മുമ്പ് ഞാൻ വിളിക്കാം. ഓക്കേ, ഗുഡ് നൈറ്റ്. അമ്മോ, അമ്മ ഉറങ്ങിയോ? ഒന്ന് വാല് പറഞ്ഞേ. അമ്മോ. ആ കുട്ടി വിളിച്ചിരുന്നു. നാളെ വീട്ടുകാരെത്തുന്നതിന് മുമ്പ് എന്നോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക, കൂട്ടിക്കൊണ്ടുപോവാൻ. എന്നിട്ട് ജയേഷ്ണ എന്ത് പറഞ്ഞു? വരാം എന്ന് പറഞ്ഞു. എന്തിനാ അങ്ങനെ പറഞ്ഞേ? ആ കുട്ടിയുടെ വീട്ടുകാരറിഞ്ഞ് ബഹളം ഉണ്ടാക്കിയാലോ? ഞാനെന്തിനാ പേടിക്കണേ? എന്റെ കൂടെ അശോകേട്ടനില്ലേ? ഒരു നിവൃത്തി ഇല്ലാണ്ടായ ഞാൻ അശോകേന്റെ സഹായം ആവശ്യപ്പെടും. ഇനിയൊരു പക്ഷേ നമ്മൾ തമ്മിൽ കാണലുണ്ടാവില്ല. അതുകൊണ്ട് അമ്മ നാളെ സേതുവിന്റെയും നീലാംബരന്റെയും മല്ലികയുടെയും കൂടെ വീട്ടിലേക്ക് പൊക്കോളൂല്ലേ? പോയിക്കോളാം. താങ്ക് യു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചേക്കണേ, നിങ്ങൾ രണ്ടാളും. നീ ഇപ്പൊ ചെയ്യണതാ ശരി. അയാളോട് മാത്രമല്ല അമ്മോ, നിന്നോടും. നീ പോയിക്കോ. നിങ്ങൾ രണ്ടാളും സുരക്ഷിതമായിട്ട് എവിടെയെങ്കിലും എത്തുന്നത് വരെ വീട്ടിലറിയണ്ട്. ഞാൻ നോക്കിക്കോളാം.